എല്ലാ ആഴ്ചയിലും ജുമാ ഖുതുബയിൽ നിങ്ങൾ കേൾക്കുന്നതാണ് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിച്ചിട്ട് നമ്മോട് ചെയ്തിട്ടുള്ളൊരു വസിയത്താണത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായ നിലക്കല്ലാതെ മരിച്ചു പോകരുത്. യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് ചെയ്ത വസിയത്തും സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ദീൻ ഇത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാമിലെ ഒരു മെമ്പറായിട്ടല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത് മക്കളെ എന്ന് മഹാനായ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വസിയത്ത് ചെയ്തത് സൂറത്തുൽ ബഖറയിലുണ്ട്. പക്ഷേ മരണം എന്ന് പറയുന്നത് നമ്മളെ കൺട്രോളിലല്ല. ഇങ്ങനെ മരിക്കണം അങ്ങനെ മരിക്കണം നമ്മളോട് പറഞ്ഞിട്ട് കയറണ്ട. പടച്ചോന് റൂഹ് പിടിക്കുമ്പോൾ നമ്മൾ അങ്ങ് മരിച്ചു പോകുന്നല്ലാതെ പിന്നെ നിങ്ങൾ മുസ്ലിമായിട്ട് മരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മഹാനായ അല്ലാമ ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിലെ ആയത്തിന് വിശദീകരിച്ചത് എങ്ങനെയാ? അഹ്സിനു ഫീ ഹാലിൽ ഹയാ. ജീവിതകാലത്ത് ആ ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളിലും നിങ്ങൾ നന്മ ചെയ്യൂ. വൽസമൂ ഹാദാ, ജീവിതം മുഴുവനും നന്മയിൽ നിങ്ങൾ തുടരൂ, നന്മയിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കൂ. ലിയർസുഖകുമുല്ലാഹുൽ വഫാത അലൈ, അങ്ങനെ നിങ്ങൾ ജീവിതം മുഴുവനും നന്മയിൽ കഴിച്ചുകൂട്ടുമ്പോൾ ആ നന്മയിലായി തന്നെ മരിച്ചു പോകാനുള്ള ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകി എന്ന് വരാം. അതാണ് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ജീവിതകാലം മുഴുവനും നന്മ ചെയ്യണം, ഒരു തിന്മയിലും അകപ്പെട്ടു പോകരുത്. ഏത് സമയത്താ നിങ്ങൾ മരിച്ചു പോവാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാ സമയവും നിങ്ങൾ നന്മയിൽ ജീവിക്കൂ. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു നിമിഷം നിങ്ങളെ മരണം പിടികൂടും, അപ്പോൾ നിങ്ങൾ മുസ്ലിമായി മരിച്ചു പോകും. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഫഇന്നൽ മർഅ ഗാലിബൻ യമൂതു അലാ മാ കാന അലൈഹി. ഓരോരുത്തരും ഏത് രീതിയിലാണോ ജീവിക്കുന്നത് ആ രീതിയിൽ മരിച്ചു പോവുക എന്നതാണ് സർവ്വസാധാരണം. ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണെങ്കിൽ അയാൾ മരിക്കുമ്പോഴും ഇബാദത്തിലായിരിക്കും. തമ്മാടിയായ മനുഷ്യനാണെങ്കിൽ അയാൾ മരിക്കുമ്പോഴും തമ്മാടിത്തരത്തിലായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഉസ്താദ് മരിച്ചുപോയി. അത് വലിയൊരു ഖൈറാണ്, വലിയൊരു തൗഫീഖാണ്. ജീവിതം നന്മക്ക് വേണ്ടി പഠനത്തിനും പഠിപ്പിക്കാനും ബാങ്ക് വിളിക്കാനും പള്ളിയുമായും ബന്ധപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വഫാത്തിന് തൗഫീഖ് കൊടുത്തു. മഹാനായ ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അസ്സല. ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നന്മ കൊടുക്കാൻ തീരുമാനിച്ചാൽ അയാളെ തേൻ പോലെ അല്ലാഹു മധുരിപ്പിക്കുന്ന, അതിന്റെ അർത്ഥം അസ്ൽ എന്ന് പറയുന്നത് അതിന് അറബിയിൽ തേനാണല്ല, തേൻ പോലെ മധുരിപ്പിക്കുന്ന നബി തങ്ങൾ പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? തേൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നല്ല തേൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തേനിനെ പറ്റി നല്ലത് പറയുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ മുനാവി ഇമാം പറഞ്ഞു, അസ്സല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ത്വയ്യബ സനാഅഹു ഫിന്നാസ്. അദ്ദേഹത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനിക്ക് സൽപ്പേര് ബാക്കി വെക്കും. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, മാ അസ്സല, തേന് പോലെ മധുരിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി, യഫ്തഹു ലഹു അമലൻ സാലിഹൻ ഖബ്ല മൗതിഹി സുമ്മ യഖ്ബിദുഹു അലൈഹി. മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കും. എന്നിട്ട് ആ നന്മ ചെയ്തുകൊണ്ടിരിക്കെ അയാളുടെ റൂഹ് അങ്ങ് പിടിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസ്സല എന്നതിന്റെ അർത്ഥം. അതായത് നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ അല്ലാഹു ഒരാൾക്ക് തൗഫീഖ് കൊടുത്താൽ അത് അല്ലാഹു അയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഖൈറാണ്. അത് കാരണമായി ആളുകളെ കൊണ്ട് അല്ലാഹു അയാളെ പറ്റി നല്ലത് പറയിപ്പിക്കുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ ഉസ്താദ് മരിച്ചപ്പോൾ എത്ര ആളുകളാണ് അയാളെ പറ്റി നല്ലത് പറയും? അത് വലിയൊരു ഖൈറല്ലേ? കുറ്റപ്പെടുത്തുന്നവരുണ്ട് കേട്ടാ, ഒരു നല്ലത് മാത്രമല്ല. ഇപ്പൊ ഇന്നലെ ഒരാൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു നിനക്ക്, അതിലുള്ളത് ഷഹാദത്ത് ചൊല്ലിയിട്ട് മരിക്കുന്നതിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ടടക്കുന്നത്? ഫിർഔൻ വരെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു എന്നല്ലേ ആ സ്ക്രീൻഷോട്ടിലുണ്ട്. ഫിർഔൻ വരെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലേ മരിച്ചിന്. പിന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഷഹാദത്ത് ചൊല്ലി മരിച്ചതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫിർഔൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാ ചൊല്ലിയത്? ആ ആയത്തിന്റെ തുടക്കവും ഓതണം, ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്.
ഫിർഔൻ മുങ്ങി മരിക്കാൻ നേരത്ത് ഖാൽ, ഫിർഔൻ പറയുന്നുണ്ട്, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേൽക്കാർ വിശ്വസിച്ച അതേ ദൈവത്തിൽ, അതേ ഇലാഹിൽ, അതേ അള്ളാഹുവിൽ ഞാനും ഇതാ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ഫിർഔൻ പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞത് എപ്പോഴായി പോയി എന്ന് മാത്രം, മുങ്ങി മരിക്കുമ്പോഴായി പോയി എന്ന് മാത്രം. യഅ്സിന്റെ സമയത്തുള്ള ഈമാൻ അല്ലാഹ് സ്വീകരിക്കൂലാമ. ഇനി ഞാൻ ജീവിക്കൂല, ഇനി ഞാൻ മരിക്കാണ് എന്ന് ബോധ്യപ്പെട്ടു, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ആ സമയത്ത് എല്ലാവരും മുഅ്മിനാവൂലേ? ആ സമയത്തുള്ള ഈമാൻ അല്ലാഹ് സ്വീകരിക്കൂലാന്ന. അതുകൊണ്ട് തന്നെ ഫിർഔന്റെ ഈമാനെ പറ്റിയുള്ള ചർച്ചയിൽ കിതാബ് റിദത്തിൽ തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഫിർഔനിന്റെ മുങ്ങി മരിക്കുന്ന സമയത്തുള്ള ഈമാൻ എന്ന് പറയുന്നത് അത് യഅ്സിന്റെ സമയത്തുള്ള ഈമാനാണ്, ജീവിതത്തിൽ നിരാശ വന്ന സമയത്തുള്ള ഈമാനാണ്. അതുകൊണ്ട് ആ ഈമാൻ സ്വീകാര്യോഗ്യമല്ല. അതുകൊണ്ട് ഫിർഔൻ മുസ്ലിമാണ് എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായ വാദമാണ്, അത് ബാത്തിലാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തൂഫയിൽ വരെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫിർഔന് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ പോലെയാ ഉസ്താദ് ബാങ്ക് വിളിക്കുന്നതിന്റെ ഇടയിൽ കൂടി ഷഹാദത്ത് ചൊല്ലി മരിക്കുന്നത്. അത് എത്ര വലിയ ഖൈറാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ അതൊരു വലിയ തൗഫീഖാണ്. അങ്ങനെ എത്രയോ മഹാന്മാരുണ്ട്, അവർ ജീവിതത്തിൽ അവർ ഏത് കാര്യത്തിലാണോ കൂടുതൽ ഇടപെടുന്നത് ആ കാര്യത്തിലായിട്ട് തന്നെ അവരങ്ങ് മരിച്ചുപോയി. മഹാനായ അബൂ സുർഅത്തു അർ-റാസി റളിയല്ലാഹു അൻഹു വലിയ മുഹദ്ദിസാണ്. തബഖാത്തു ശാഫിഇയ്യത്തിൽ കുബ്രയിൽ തുടക്കത്തിൽ തന്നെ മഹാനവറുകളുടെ ചരിത്രം പറയുന്നുണ്ട്. സിയറിൽ ദഹബി ഇമാം പറയുന്നുണ്ട് മഹാനവറുകളുടെ ചരിത്രം. വലിയ മുഹദ്ദിസാണ്, ജീവിതം മുഴുവനും ഹദീസ് കണ്ടെത്താനും അത് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അടുത്ത തലമുറയിലേക്ക് കൈമാറാനൊക്കെ ജീവിതം മാറ്റിവെച്ചയാളാണ് അബൂ സുർഅത്തു റാസി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ വഫാത്ത് എങ്ങനെയാ? മഹാനവറുകൾ വഫാത്താവാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് വേറെ മുഹദ്ദിസീങ്ങളും മഹാനവറുകളുടെ അടുത്തുണ്ട്. അബു ഹാത്തിം തങ്ങളുണ്ട്, ഇബ്നു മുൻദിർ തങ്ങളുണ്ട്, അങ്ങനെ കുറേ വലിയ വലിയ മഹാന്മാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അബൂ സുറത്ത് തങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ ഒരു മടി. ഞങ്ങളെക്കാളും വലിയ ആൾക്ക് ജീവിതകാലം മുഴുവനും ഹദീസിന് വേണ്ടി മാറ്റിവെച്ച ആളോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് മരിക്കുന്ന എങ്ങനെ ഇപ്പോൾ പറയാം? അതുകൊണ്ട് ഇവർക്കൊരു മടി, നാണക്കേട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ സ്വർഗത്ത് പോകുന്നു പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ല, ആ ഹദീസ് നമുക്ക് മഹാനവറുകളുടെ അടുത്ത് വെച്ച് ചെല്ലാം. അപ്പൊ അത് കേട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് മരിക്കുമല്ലോ, ആയിക്കോട്ടെ. പിന്നെ അവര് ഹദീസ് വായിക്കുമ്പോൾ നമ്മളെപ്പോലെ വരും മത്തിന് മാത്രം വായിക്കല്ല, സനദടക്കം വായിക്കും. അപ്പൊ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വായിക്കാൻ തുടങ്ങി, ഹദ്ദസന അബു ആസിമിൻ, അബു ആസിം ഞങ്ങളോട് പറഞ്ഞു, ഖാല ഹദ്ദസന അബ്ദുൽ ഹമീദ്, അബ്ദുൽ ഹമീദ് ഞങ്ങളോട് പറഞ്ഞു, അൻ സ്വാലിഹ് ഇബ്നു ഉബയ്യൻ. അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം ആരാ പറഞ്ഞെന്ന് ആ ഹദീസ് വായിക്കുന്ന ആൾക്ക് കിട്ടുന്നില്ല, സ്റ്റോപ്പായി. ഇബ്നു ഉബയ്യൻ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറം ഏത് മുഹദ്ദിസാണെന്ന് പറയാൻ കിട്ടുന്നില്ല, മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് അബൂ ഹാത്തിം തങ്ങൾ അതിൻ്റെ ബാക്കി വായിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തുടക്കം മുതൽ തന്നെ തുടങ്ങി. ഹദ്ദസന ബുന്ദാർ ഖാല ഹദ്ദസന അബൂ ആസിമിൻ അൻ അബ്ദുൽ ഹമീദിൻ അൻ സ്വാലിഹ് ഇബ്നു ഉബയ്യൻ. അവിടെത്തിയപ്പോൾ മൂപ്പർക്കും കിട്ടുന്നില്ല. അങ്ങനെ എല്ലാവരും ശ്രമിച്ചു ആ ഹദീസിന്റെ സനദൊന്ന് വായിച്ച് ഫുള്ളാക്കിയിട്ട് മത്തിനൊന്ന് വായിക്കണം, ഹദീസ് ഒന്ന് വായിക്കണം, മരിക്കാൻ വേണ്ടി പോവല്ലേ, ആർക്കും കിട്ടുന്നില്ല, എല്ലാവരും സുക്കൂത്തായി പോയി. അപ്പൊ മരിക്കാൻ കിടക്കുന്ന അബൂ സുറത്ത് റളിയല്ലാഹു അൻഹു ഫതഹ ഐനൈഹി, രണ്ട് കണ്ണും തുറന്നു, മരിക്കാൻ കിടക്കുക. അവിടുന്ന് കണ്ണു തുറന്നു, എന്നിട്ട് മരിക്കാൻ കിടക്കുന്ന അബൂ സുറത്ത് റളിയല്ലാഹു അൻഹു വായിക്കാൻ തുടങ്ങുക. ഹദ്ദസന ബുന്ദാർ ഖാല ഹദ്ദസന അബൂ ആസിമിൻ عن عبد الحميد عن صالح بن أبي عن كثير بن مرة عن معاذ بن جبل قال قال رسول الله صلى الله عليه وسلم من كان آخر كلامه لا إله إلا الله دخل الجنة. ആ ഹദീസ് വായിച്ച തീരലും മഹാനവകളുടെ റൂഹ് പോലും രണ്ടും ഒന്നിച്ചേരും. ഹദീസ് സമാപിക്കലോടുകൂടെ മഹാനവകളുടെ റൂഹും പോയി എന്നല്ല. തബഖാത്തുൽ കുബ്രയിൽ ഒരു റിവായത്തിലുണ്ട് ദഖലൽ ജന്ന പറഞ്ഞിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടെ സമാപിച്ചു. അത് ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് മഹാനവറുകൾ വഫാത്തായി പോകുന്നത്. അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ ലോകത്ത്? അത് എവിടുന്ന് കിട്ടിയതാ? ഇത് ജീവിതകാലം മുഴുവനും ഹദീസിന്റെ ചർച്ചകളും ഹദീസ് കണ്ടെത്താനും ഹദീസുമായി ബന്ധപ്പെട്ട് ജീവിതം മുഴുക്കിയപ്പോ മരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ അവർ മരിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ
നന്മയിൽ അധിഷ്ഠിതമായ നല്ല ഒരു സമയത്ത് മരിക്കാൻ തൗഫീഖ് നൽകും. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തട്ടെ. മരിച്ചുപോയ എല്ലാ ആളുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ